ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നോമ്പിൻ ദിനങ്ങളിലെ വചനധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 33 അധ്യായം 4 വാക്യം. ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റ് ആലിംഗനം ചെയ്തു, അവന്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു, രണ്ടുപേരും കരഞ്ഞു. ഏശാവിന്റെ അരികിലേക്ക് ഏശാവിനെ അഭിമുഖീകരിക്കുവാനായിട്ട് ഹാരാനിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന യാക്കോബിന്റെ ജീവിതം. ഏശാവ് തന്റെ മുമ്പിൽ 7 പ്രാവശ്യം സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് എഴുന്നേറ്റ് തന്നെ അരികിലേക്ക് വരുന്ന യാക്കോബിനെ കണ്ടപ്പോൾ സ്വയം നിയന്ത്രിക്കുവാൻ കഴിയാതെ അവന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ഒരു മനോഹരമായ രംഗം. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നാം ധ്യാനിക്കുമ്പോൾ സ്വർഗീയ പിതാവായ നമ്മുടെ അപ്പനായ ദൈവവുമായി ചേർത്ത് വെച്ച് ചിലത് മനസ്സിലാക്കാം. ഒന്ന്, നാം അനുതാപത്തോടുകൂടെ ക്ഷമായാചനം ചെയ്തുകൊണ്ട് ഇവിടെ പറയുന്നു, അവൻ അവർക്ക് മുമ്പായി കടന്ന്, അതായത് യാക്കോബ് അവർക്ക് മുമ്പായി കടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തന്റെ സഹോദരനോട് അടുത്തു ചെന്നു എന്നാണ്. അതായത് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വർഷിപ്പ് ചെയ്യുക, അതായത് ആരാധിക്കുക എന്ന് നമുക്കതിന് ഒരു തലം അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. 7 പ്രാവശ്യം നമസ്കരിച്ചു എന്ന് പറയുമ്പോൾ ആരാധനയുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ആ ഒരു തലത്തിന്റെ പൂർണ്ണതയെ നാം മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം പൂർണ്ണ ഹൃദയത്തോടുകൂടെ നാം ആരാധിക്കുമ്പോൾ ആ ദൈവം നമ്മുടെ ഏത് കുറവും ഏത് ബലഹീനതയും നമ്മിലിരിക്കെ നമ്മുടെ അരികിലേക്ക് ഓടി വന്ന് നമ്മെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ഏശാവിനെ പോലെ നമ്മെ കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് നാം ഒന്നാമതായി മനസ്സിലാക്കണം. 2, ഇവിടെ യാക്കോബ് ഏശാവിനെ അഭിമുഖീകരിക്കുന്നതിന് മുൻപ് ദൈവത്തോട് മല്ലുപിടിക്കുന്ന ഒരു രാത്രി ഉണ്ടായിരുന്നു. അവിടെ അനുതാപവും മനസ്താപവും പശ്ചാത്താപവും ഏറ്റുപറച്ചിലും ഒക്കെ ഉള്ള ഒരു മല്ലയുദ്ധം, അതായത് പ്രാർത്ഥനാ യുദ്ധമായിരുന്നു എന്ന് മനസ്സിലാക്കുക. ദൈവം അവനെ തുണനിന്ന്, അതുകൊണ്ട് തന്നെ തന്റെ സഹോദരൻ തന്നെ കൊല്ലും എന്ന് പറഞ്ഞിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും ആ സഹോദരനെ തന്നെ യാക്കോബിന് അനുകൂലമാക്കി ദൈവം ഒരുക്കുകയാണ്. ഇതുപോലെയാണ് പാപത്തിലാണ്ടുപോയ നമ്മെയും ദൈവം ന്യായവിധിയിലൂടെ പിശാചിനും അവന്റെ കൂട്ടാളികൾക്കും ഒരുക്കിയിരിക്കുന്ന ഇടത്തേക്ക് തള്ളിയിടും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ പ്രിയമുള്ളവരെ, നമ്മെ അനുതാപത്തോടുകൂടെ മടങ്ങി വരുന്ന ആ ഒരു അവസ്ഥയിലാണ് കർത്താവ് കാണുന്നത് എങ്കിൽ ചേർത്ത് പിടിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പിന്നെ വീണ്ടും നാം താഴോട്ട് മനസ്സിലാക്കുമ്പോൾ യാക്കോബ് തന്റെ ജ്യേഷ്ഠനായ ഏശാവിനെ നോക്കി പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ ഇതാ നിന്റെ മുഖം ദൈവത്തിന്റെ മുഖം പോലെ കാണുന്നു. 10 വാക്യം. അതിന് യാക്കോബ്, അങ്ങനെയല്ല, എന്നോട് കൃപയുണ്ടെങ്കിൽ എന്റെ സമ്മാനം എന്റെ കയ്യിൽ നിന്ന് വാങ്ങണമേ. ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ എന്ന് പറയുകയാണ്. ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ പ്രിയമുള്ളവരെ, നമ്മോട് കടപ്പെട്ടിരിക്കുന്നവരോട്, നമ്മോട് തെറ്റ് ചെയ്തവരോട് നാം ക്ഷമിക്കുമ്പോൾ ദൈവത്തിന്റെ മുഖമായി നാം മാറുന്നു എന്നുകൂടെ ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ നോമ്പിൻ നാളുകൾ നാം മടങ്ങി വരുമ്പോൾ മനുഷ്യരുമായുള്ള ബന്ധത്തിലുള്ള അനുഭവങ്ങളെയും ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. സർവശക്തനായ ദൈവം സകലത്തിനും മതിയായവനാണ്, നമ്മെ സഹായിക്കും, യാതൊരു സംശയവുമില്ല. ദൈവത്തോട് അടുത്തു വരാം, ഒപ്പം നമ്മുടെ സമസൃഷ്ടങ്ങളോടും നിരപ്പ് പ്രാപിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, അവിടുത്തെ ദിവ്യമായ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും ഈ വചനങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കൃപ ചെയ്യുകയും ചെയ്യണമേ. ആമേൻ.